ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് പോളണ്ടിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് എയർപോർട്ടിലെത്തി. നമ്മുടെ ഫ്ലൈറ്റ് 7:15 ചെക്ക് ചെയ്യുന്നത്. 9:45 ഫ്ലൈറ്റ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിട്ടോ. അപ്പം നമ്മൾ ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇനി എയർപോർട്ടിലേക്ക് പോവുകയാണ്. എയർപോർട്ടിലാണിത്. ചെക്കിൻ കഴിഞ്ഞു. നമ്മളിനി വെയിറ്റ് ചെയ്യാണ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അവിടെ കാണാം. അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, സെറ്റായിരിക്കും തോന്നുന്നു. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഒരു 3 മണിക്കൂറാണ് യാത്ര. ഇനി അവിടെ ചെന്നിട്ട് ഹോട്ടലിൽ ചെന്നിട്ട് കാണാം. നല്ലൊരു വിൻഡോ സീറ്റ് കളഞ്ഞിട്ട് അവിടെ അതെ, നല്ലൊരു വിൻഡോ സീറ്റ് കളഞ്ഞു. ഞങ്ങൾ രണ്ട് സീറ്റായിരുന്നു. കാരണം എൻ്റെ സീറ്റ് ഞാൻ അമ്മച്ചിക്ക് കൊടുത്തു. അത് വിൻഡോ സീറ്റായിരുന്നു. വേറെ ഏതോ ലാംഗ്വേജ് ആണ്, ഒന്നും അറിയത്തില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞു അവരെ കൊണ്ട് അവിടെ വിൻഡോ സീറ്റ് കൊടുത്തിട്ട് ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഒരുമിച്ച് സീറ്റ് കിട്ടി. അപ്പോൾ ശരി, ബൈ. ഹലോ, ഞങ്ങളങ്ങനെ പോളണ്ടിലെത്തി. ഇവിടെ ക്രക്കോ എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ട്, ക്രക്കോ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി തണുപ്പാട്ടോ, സൂപ്പർ തണുപ്പ്. ഞങ്ങളുടെ മാൾട്ടയിൽ വരുന്നതിന് മുന്നേ നമുക്ക് തണുപ്പായിട്ട് ജസ്റ്റ് ഇറങ്ങി ഫ്രഷായി. ഇനി ഞങ്ങൾ ബസ്സിൽ നമുക്ക് അടുത്ത ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാട്ടോ. ഹലോ ഗായ്സ്, ഞങ്ങളങ്ങനെ ബസ്സിൻ്റെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. കാണിച്ചു തരാം. ടിക്കറ്റ് എടുത്തു. ഞങ്ങളിനി ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാവർക്കും പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഭയങ്കര തണുപ്പ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. കൈകൊണ്ട് ടിക്കറ്റൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര തണുപ്പ്. ഇവിടെ ഒരാളൊക്കെ വിശന്ന് വലഞ്ഞിട്ട് ഒരാളിരുന്ന് അപ്പം കഴിക്കുകയാണ്. ഞങ്ങൾ അപ്പം ജസ്റ്റ് 2-4 പാക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ അത് എടുക്കുകയാണ്. ടിക്കറ്റ് അവിടെ പോയി. ഇതാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഞങ്ങളിനി ഓൾഡ് സിറ്റി എന്ന് പറയുന്നത്. ഹലോ, ഞങ്ങൾ വീണ്ടും ഇവിടെ എത്തി. എവിടെ എത്തി? ഞങ്ങൾ ബസ് കയറി. ഞങ്ങൾ ഓൾഡ് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. റൂമിൻ്റെ അടുത്ത് അവിടെ തന്നെയാണ് നമ്മുടെ റൂം. പക്ഷേ അതെ, ഞങ്ങൾ ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾഡ് സിറ്റിയിലൊന്ന് ചുറ്റി അവിടെ തന്നെയാണ് ഞങ്ങളുടെ സ്റ്റേ എടുത്തേക്കുന്നത്. അപ്പം അതായിരിക്കും ഇന്നത്തെ ഒരു ഫുൾ ഡേ. പിന്നെ നൈറ്റ് ഞങ്ങൾ ജസ്റ്റ് ഒരു ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് കൂടെ കാണുന്നുണ്ട്. ഭയങ്കരമായ തണുപ്പാണ്, അതിഭീകരമായ തണുപ്പുണ്ട്. ഇവിടെ സ്നോഫോളൊക്കെ ഉള്ള കൺട്രിയാണ് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ അധികം തണുപ്പില്ല. ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ മാറി സാക്കുപ്പാന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ എത്തുമ്പോഴാണ് തണുപ്പെന്നാണ് ഫ്രണ്ട് പറഞ്ഞത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇപ്പം നല്ല തണുപ്പാണ്. പെട്ടെന്ന് ചൂടത്ത് നിന്ന് തണുപ്പത്തേക്ക് വന്നുകൊണ്ടാണോന്ന് അറിയില്ല. എന്തായാലും നല്ല തണുപ്പാണ്. പിന്നെ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങുക. ആക്ച്വലി ഞങ്ങൾ കുട എടുത്തിട്ടുണ്ട്. മഴ പെയ്ത പണിയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വല്ല കുട മേടിക്കേണ്ടി വരും കേട്ടോ. എനിവേ, അടിപൊളി സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾ മാൾട്ടയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ആ പച്ചപ്പും ഹരിതാപമൊക്കെ ഉള്ളൊരു സ്ഥലമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ കൊള്ളാം, രസമുണ്ട്. ഞങ്ങളിങ്ങനെ നടന്ന് എങ്ങോട്ടെങ്കിലൊക്കെ പോയി. ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ നടന്ന്. പക്ഷെ ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ, എനിക്കിഷ്ടമായി.
ഇതാണ് വാവൽ കാസ്റ്റിൽ, പണ്ടത്തെ രാജകൊട്ടാരാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. ഇത് രണ്ടും ഇവിടുത്തെ ക്രക്കോവിലെ മെയിൻ അട്രാക്ഷനാണ് ഓൾഡ് സിറ്റിയുടെ. ഇവിടെ പണ്ടത്തെ രാജാക്കന്മാരുടെ കിരീടധാരണമൊക്കെ നടന്നതായി പറയപ്പെടുന്നു. അതുപോലെ ഇവിടുത്തെ ആർക്കിടെക്ചർ ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ നമ്മളിപ്പോൾ ഉള്ളിൽ കയറുന്നില്ല. നമ്മൾ തിരിച്ചു പോകുന്ന അന്ന് നമുക്ക് കുറച്ച് സമയം ഉണ്ടാവും. അപ്പോൾ അന്ന് കയറാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചെക്ക് ഇൻ ടൈം 3 മണിയാണ്. അപ്പം നമുക്ക് ടൈമുണ്ട്. അപ്പം ഞങ്ങൾക്ക് നല്ല വിശപ്പായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനുള്ള പ്ലാനിലാണ്. പിന്നെ മാക്സിമം കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുക. അതിനുശേഷം റൂമിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു ഇന്ത്യൻ സോങ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇന്ത്യയിൽ പോയിട്ടുള്ള പോളണ്ടുകാരാന്ന് തോന്നുന്നു. എനിവേ അവിടുത്തെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് ഞാനിത് നേരത്തെ ഇവരുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ, കണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു. ഹലോ, ഞങ്ങൾ വീണ്ടും ഇപ്പോൾ ഇവിടെ ഓൾഡ് സിറ്റിയിലാണ്. നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തപ്പി നടക്കുക. ഒരു KFC ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഇവിടുത്തെ ഫുഡൊക്കെ പോളിഷ് ഫുഡൊക്കെ ട്രൈ ചെയ്യാനൊന്നുണ്ട്. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും ആദ്യം അറിയാവുന്നതെങ്കിലും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഈ ലഗേജ് എല്ലാം കൊണ്ട് വെച്ചിട്ട് ഒന്നുകൂടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളവിടെ ഒരു KFC നോക്കി വെച്ചിട്ടുണ്ട്. അത് തപ്പി നടക്കുക. ഇവിടെ എന്തൊക്കെയോ അടിപൊളി ഫുഡുണ്ട്. പക്ഷേ हाँ അതെ അതെ, ഞങ്ങളൊരു KFC കഴിക്കാമെന്ന് വിചാരിച്ചു. കയറി
ഹലോ, ഞാൻ വിശന്ന് KFC കഴിക്കാൻ കയറി. നല്ല മഴയുണ്ട് പുറത്ത്. അങ്ങനെ കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നില്ല. ഞങ്ങളൊരു KFC കഴിക്കാൻ കയറി. ഹലോ, അപ്പം ഞങ്ങളിങ്ങനെ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങൾ ലഗേജൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി കേട്ടോ. നല്ല ഇരുട്ടായി, പക്ഷേ നല്ല ഒരു രസമുണ്ട്. പിന്നെ കുറേ സെൻറ്റ് മേരീസ് ബസിലിക്ക ഇവിടുത്തെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ഒരു അട്രാക്ഷനാണ്. ഇത് ഒരുപാട് ഇഷ്ടമുണ്ട്. ഇതിൻ്റെ പുറമെ എനിക്ക് ഉള്ളിലുള്ള കുറേ വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട് ഈ പള്ളിയുടെ. ഈ പള്ളിയിൽ ഇങ്ങനെ അവർലി മ്യൂസിക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ കറക്റ്റ് അങ്ങനെ മ്യൂസിക് വരും. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മെയിൻ മാർക്കറ്റ് സ്ക്വയറിലേക്കാണ്. ഇത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പഴയ ടൗൺ മാർക്കറ്റുകളിലൊന്നായിട്ടാണ് പറയപ്പെടുന്നത്. ഇവിടെ എന്ന് പറയുമ്പം ഇവരുടെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ടൈപ്പ് കുറേ ഡ്രസ്സസും അതുപോലെ ആംബർ ജ്വല്ലേഴ്സും പിന്നെ ഇവർ തന്നെ ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ ആണ് ഇവിടെ ഒരുപാട് വിൽക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഒത്തിരി ഇവിടെ തന്നെ ഷോപ്പുകളും വേറെ കഫേ അങ്ങനെ ഒരുപാട് ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരുപാട് ആൾക്കാരിങ്ങനെ വന്നു പോകുന്നൊരു സ്ഥലമാണ്. നല്ല തിരക്കുമാണ് ഇവിടെ. പക്ഷെ നല്ല രസമുണ്ട് ഇവിടുത്തെ ലൈറ്റിങ്ങും അതുപോലെ ഇവർ ഓരോന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാൻ ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നത്. പിന്നെ മൊത്തത്തിൽ സിറ്റി ലൈഫിൻ്റെ ഒരു ഫുൾ വ്യൂ ഈ ഒരു ഓൾഡ് സിറ്റിക്കകത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് സെൻറ്റ് മേരീസ് ബസിലിക്ക പള്ളിയും ബാക്കി ഈ പറഞ്ഞ മാർക്കറ്റും ഒക്കെ.
ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു ഫുഡാണ് ഈ ഒരു റിങ് ബ്രെഡ്. ഇത് കാണാൻ ഭയങ്കര സിമ്പിൾ ലുക്കാണെങ്കിലും പേര് കുറച്ച് പാടാണ് പറയാൻ. ഒപ്പുവാർസാനക്കെന്നാണ്, അങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ തോന്നുന്നു, അങ്ങനെയാണ് പറയുന്നത്. ഇവിടുത്തെ പണ്ടത്തെ രാജാക്കന്മാരുടെ പ്രധാന ഒരു രാജകീയ ഭക്ഷണമായിരുന്നു. ഇപ്പോൾ പക്ഷേ എവിടെ ചെന്നാലും എല്ലാ സ്ട്രീറ്റിലും മെയിനായിട്ട് കാണുന്ന ഒന്നാണ് ഈ ഒരു റിങ് ബ്രെഡ്. പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ ഈ ചോക്കോസൊക്കെ ഉള്ളിൽ വെച്ചിട്ടില്ലേ, ചോക്കോ ചിപ്സൊക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ള ടൈപ്പായിരിക്കുമെന്ന് വിചാരിച്ച. പക്ഷെ നല്ല ഹാർഡായിരുന്നു. പിന്നെ നല്ല തണുത്തിരിക്കുമായിരുന്നു. ഓൾറെഡി തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കണം. പക്ഷെ ഇത് ചൂടാക്കുമ്പോൾ കുറച്ചുകൂടെ ഹാർഡാവുക ചെയ്യുന്നത്. പക്ഷേ ഇത് കഴിച്ച് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വന്നിട്ട് ലാസ്റ്റ് പോകുന്നതിൻ്റെ അന്നത്തെ ദിവസം ഒരു 3-4 റിങ്ങൊക്കെ മേടിച്ചു വെച്ചു. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്കുള്ളൊരു ഭക്ഷണം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഇതിന് മേളിലായിട്ട് പോപ്പി സീഡ് അല്ലെങ്കിൽ എള്ള് അല്ലെങ്കിൽ ഉപ്പ് ഇത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിതറിയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചി ഉണ്ടാവും. ഈ ഒരു ക്ലൈമറ്റിൽ നല്ല രസമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇവിടുത്തെ ഫുഡ് സ്റ്റോളിലേക്ക് വന്നേക്കുവാണ്. ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് പോളിഷ് ഫുഡുകൾ അവൈലബിൾ ആണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പുകൾ കുറേ ഫുഡുകളുണ്ട്, കുറേ വെറൈറ്റി. പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് ഇങ്ങനെ പൊട്ടറ്റോ ചിപ്സും പിന്നെ സോസേജ് ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റമാണ്. പിന്നെ പോളിഷ് ഡംപ്ലിങ്സ്, അത് പിയറോഗി എന്നാണ് പറയുന്നത് ഇവിടെ. അതിനുള്ളിൽ ഫില്ലിങ് ചീസ്, മീറ്റ്, ക്യാബേജ്, അങ്ങനെ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ളതാണ് ചീസസ്. ഓസ്ചിപ്പെക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് മെയിനായിട്ടും ആട്ടിൻപാലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് എങ്ങനെ സെർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ചീസും അതിൻ്റെ മേലെ ക്രാൻബെറി ജാമും കൂടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ കുറച്ച് ട്രൈ ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ക്രാൻബെറി ജാം കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. എനിക്ക് ചീസ് തന്നെ അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇത് കൂട്ടി കഴിക്കുമ്പോൾ വേറൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഗ്രിൽഡ് ആയിട്ടുള്ള സോസേജസ് ഞങ്ങളത് വാങ്ങിയൊന്ന് ട്രൈ ചെയ്തു. പിന്നെ ഡംപ്ലിങ്സ് വാങ്ങി. എല്ലാം ജസ്റ്റ് സ്മോക്ഡ് ആയിട്ടുള്ള സോസേജസ് ആയിരുന്നു, പക്ഷെ നല്ല ഒരു രുചി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ കുറേ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ മേടിച്ചില്ല. പക്ഷേ എല്ലാം നല്ല അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അവിടെ തിരക്ക് കാരണം നമുക്കൊന്നും ഇരിക്കാൻ പോലുള്ള സ്പേസിലായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ ഒരു റോഡിൻ്റെ സൈഡിൽ വന്നിട്ട് ഇന്ന് ഫുഡൊക്കെ ആസ്വദിച്ചു. ഓൾറെഡി നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് നാളെ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളതാണ് സക്കോപ്പാനെ. ഇവിടുന്ന് ഒരു 5-6 മണിക്കൂറിന് ട്രാവലുണ്ട്. അപ്പം ഇന്നിപ്പോൾ കൂടുതൽ ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഓൾറെഡി 12-1 മണി ആയിരുന്നു. അപ്പം കൂടുതലും കുറച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് രാത്രിയിലായിപ്പോയി കണ്ടത്. ഇനിയിപ്പോൾ നാളെ രാവിലെ ഞങ്ങൾക്ക് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പം ഓക്കെ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്ന് പോളണ്ടിലെ 2nd ഡേ ആണ്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ ഓർത്തിറങ്ങി. ഞങ്ങൾ രാത്രി ഒരു 9:30 ആകുമ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ, പക്ഷെ അടിപൊളിയായിരുന്നു. നല്ല ഫുഡൊക്കെ കഴിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഞങ്ങളിനി ഇവിടെ ക്രിക്കോവ് എന്ന് പറയുന്ന സ്ഥലമാണിത്. ഞങ്ങൾ സക്കോപ്പാനി എന്ന് പറഞ്ഞുള്ള നെക്സ്റ്റ് സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. ഇവിടുന്ന് കുറച്ച് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ബസ്സോ ട്രെയിനിലോ ഒക്കെ പോകണം. അത്യാവശ്യം നല്ല ദൂരമുണ്ട്, ഒരു 4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ ഒരു റൂറൽ ഏരിയ പോലത്തെ സ്ഥലമാണ്. ഇത്ര സിറ്റി അല്ല, പക്ഷെ അവിടെ നല്ല അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. നമ്മൾ ഓൾറെഡി അവിടെ ഒരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തുമ്പോഴത്തേക്കും ഓൾറെഡി ഉച്ചയാവും. 10 മണിക്ക് ഇറങ്ങാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം 10 മണിക്ക് ഇവിടെ ചെക്ക് ഔട്ട് ചെയ്യണം. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇവിടെ 7 മണി കഴിഞ്ഞു ഇറങ്ങി. ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിക്കാൻ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ബസ്സിന് എങ്ങനെ പോകണം, എങ്ങനെ ടിക്കറ്റ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അടിപൊളി വ്യൂ ആണ് രാവിലെ. അവിടെ ഒരു വലിയൊരു സ്റ്റേഡിയം ഉണ്ട്. ഇന്നലെ രാത്രിയിൽ നൈറ്റ് കഴിക്കുന്ന ഫുട്ബോൾ കളിയാന്ന് തോന്നുന്നു. നല്ല അടിപൊളി, നല്ല ബഹളമായിരുന്നു. പക്ഷെ നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കാര്യം. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഇതാണ് ട്രാം. പിന്നെ അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്. ആൾക്കാരൊക്കെ പയ്യെ എഴുന്നേറ്റ് വരുന്നുള്ളൂ തോന്നുമ്പോൾ അത് നല്ല അടിപൊളി. അതെ നല്ല കാറ്റാണ്. ബസ് തൊപ്പോണ്ടിരിക്കുന്നത് എന്താണ് അമ്മച്ചേനെ കണ്ട സുന്ദരിയാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കാട്ടാ. ഹലോ, ഞങ്ങൾ വീണ്ടും 304 എന്നുള്ള ബസ് കയറി ഞങ്ങൾ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് നടന്നാൽ സെൻട്രൽ ബസ് സ്റ്റേഷനിലെത്തും. സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്ന് ചക്കപ്പാനിക്കുള്ള ബസ് കയറാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഒരാൾ വിശന്ന് ഇവിടുത്തെ റിങ് ഉണ്ട്, ബ്രെഡിൻ്റെ റിങ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ്, എവിടെ ചെന്നാലും കാണാൻ പറ്റും ഈ സാധനം. പക്ഷെ ഭയങ്കര കട്ടിയായിട്ടായിരിക്കും തണുത്ത്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് വിശന്നിട്ടാന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നമ്മൾ ചെന്നിട്ട് ഇനി ബസ് കണ്ടുപിടിക്കട്ടെ. ഞങ്ങൾ ഇവിടുത്തെ ബസ് സ്റ്റേഷനിലെത്തി. ബസ് സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കണം നമുക്ക് ചക്കപ്പാനിക്ക് പോകണമെങ്കിൽ. അപ്പം ഇതാണ് ഇവിടുത്തെ സെൻട്രൽ ബസ് സ്റ്റേഷൻ. G80 നമുക്ക് G18 ഇവിടെ ചോദിച്ചു. G18 വേണം ടിക്കറ്റ് എടുക്കാൻ. ടിക്കറ്റ് എടുത്തിട്ട് എങ്ങനെയാണോ പബ്ലിക് ട്രാൻസ്പോർട്ട്, ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് പോകുന്നത്. നമുക്ക് ഒന്നെങ്കിൽ ഊബർ, ടാക്സി, അല്ലെങ്കിൽ ട്രെയിന് ഒക്കെ പോകാം. പക്ഷെ നമ്മളിപ്പം പോകാൻ ഉദ്ദേശിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട്.
ഇവിടെ ആർക്കും ലാംഗ്വേജ് അറിയത്തില്ല, അതാണൊരു കാര്യം. കുറേ പേരോട് ഞങ്ങൾ ചോദിച്ചു, പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഇട്ട് ചോദിച്ചിട്ടുണ്ട്. ഹലോ, ഞങ്ങൾ ബസ്സിൽ യാത്ര പുറപ്പെട്ടു. ബസ് ടൂവേഴ്സ് യാത്ര ചക്കപ്പാനി ചെന്നിട്ട് കാണാം. ഞങ്ങളിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു യാത്ര തുടങ്ങിയിട്ട്. ഇനിയുണ്ട് ഒരു മണിക്കൂറും കൂടി. നല്ല മഴക്കാറുണ്ട്, പക്ഷെ വെയിലടിക്ക് വന്നു പോകുന്നുണ്ട്. നൈസാണ്. പിന്നെ ബസ്സിൽ നിന്ന് കുറേ ആൾക്കാർ ഹൈക്കിങ്ങിന് വേണ്ടി ഇറങ്ങി പോയി. പിന്നെ സ്കൈ ഡൈവിങ് അങ്ങനെ കുറേ ആൾക്കാർ പോയി. നമ്മുടെ ഡെസ്റ്റിനേഷൻ അങ്ങ് ചക്കപ്പാനി ലാസ്റ്റാണ്. ബസ്സൊക്കെ നൈസ് ബസ്സാട്ടോ, നല്ല സീറ്റിങ്ങും. ഞങ്ങളോട് ഫുഡൊക്കെ മേടിച്ചായിരുന്നു. ഫുഡൊക്കെ വണ്ടി വെച്ച് കഴിച്ചു. വെയിലൊക്കെ പയ്യെ വരുന്നുണ്ട്, ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും. കുറച്ച് പേരൊക്കെ പരിചയപ്പെട്ടു. ഇതാണെങ്കിൽ ഭയങ്കര വീടെടുപ്പാണ്. ഞങ്ങളങ്ങനെ ചക്കപ്പാനി എത്തി. ചക്കപ്പാനിയിൽ നിന്ന് ഞങ്ങൾ ക്രൂവോക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോകും. അതൊരു സ്ട്രീറ്റാണ്, ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. അപ്പം ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ. ഇവിടെ നമ്മുടെ ക്രക്കോവിനേക്കാളും ഭയങ്കര തണുപ്പാണ്. ഇത് കണ്ടിട്ടാണ് കാണാനെപ്പോലിരിക്കുന്നത്. തൊണ്ടയൊക്കെ ചെറിയ ചെറിയ പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി സീനറിയൊക്കെ ഉണ്ട്, സൂപ്പറാണ്. ഞങ്ങൾ ഇവിടുത്തെ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെ ട്രെയിൻ സ്റ്റേഷനും ഉണ്ട്. ഇത് ട്രെയിൻ സ്റ്റേഷൻ. കഴിച്ചില്ലേ? അങ്ങനെ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ക്രിക്കോക്കി സ്ട്രീറ്റിലാണ്. ഇവിടെയുണ്ട് നമ്മുടെ ക്രക്കോവ് പോലത്തെ ഒരു സ്ട്രീറ്റ്, പക്ഷേ ഇത് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു വലിയ സ്ട്രീറ്റാണ്. പിന്നെ ഇവിടെ കൂടുതലും ഈ ചീസസും അതുപോലെ തന്നെ കുറേ ഡ്രസ്സ്, അതായത് കൂടുതലും ലെതറിൻ്റെ ഒക്കെയാണ്. പിന്നെ ഇവിടെ മെയിനായിട്ടും ആടിൻ്റെ ഈ നമ്മുടെ തൊലി വെച്ചിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്.
അതുപോലെ ജാക്കറ്റുകളാണെങ്കിലും ഒക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് നല്ല മ്യൂസിക്കുകൾ, പിന്നെ കുറേ വിനോദങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കുറച്ചുകൂടി വെറൈറ്റി കൈൻഡ് ഓഫ് ഫുഡുകളും കുറേ സ്വീറ്റ്സും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് എന്തായാലും റൂമിൽ 4 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. നമുക്ക് സമയമുണ്ട്. നമ്മളിവിടെ ഓൾറെഡി 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എത്തി. അപ്പം ഞങ്ങൾ എന്തായാലും ഇന്ന് സ്ട്രീറ്റ് ഇവിടെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ മെയിനായിട്ടും സക്കോപാനയിൽ ഹൈക്കിങ്ങും പിന്നെ നമ്മുടെ കേബിൾ കാർ വഴി കുറേ മലകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കാണലാണ് മെയിനായിട്ട്. പക്ഷെ ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പം ഈ ഒരു സമയത്ത് കേബിൾ കാറും എന്തോ റിപ്പയറൊക്കെ കാര്യങ്ങളായിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം ഞങ്ങൾക്കത് കയറാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ എന്ന് പറയുമ്പം ക്രക്കോവിനേക്കാളും കുറച്ചുകൂടെ നല്ല തണുപ്പും കുറച്ചുകൂടെ മലകളും നദികളും ഒക്കെയുള്ള ഒരു നല്ല ഭംഗിയാണ് കാണാൻ. വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട്. എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളാണ്.
cheese, right? This is cheese cow. This is Ostseebek. 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 This is very good. This is special, original. Thank you. Thank you. ഇത് കഴിക്കുന്നത് Thank you. Bye. Enjoy. താങ്ക് യു. ഇനിയിപ്പം നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവാണ്. ഇവിടെ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു വേണമെങ്കിൽ ബസ്സിന് പോകാം, പക്ഷെ ഞങ്ങൾ വിചാരിച്ചു നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഓട്ടം ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ്. ഇവിടുത്തെ എല്ലാ സൈഡിൽ കൂടി മരങ്ങളുടെ ഇലകളൊക്കെ കൊഴിയുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണും. അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുപോലത്തെ ഒരു സ്ഥലത്ത് പോകണം എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഇന്നത്തെ ദിവസം സൺഡേ ആണ്, അതുകൊണ്ട് ഇവിടെ പള്ളിയിൽ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു റാലി അങ്ങനെയാണെന്ന് തോന്നുന്നു. കുഞ്ഞു കുട്ടികളൊക്കെ കുതിരയുടെ പുറത്തൊക്കെ കയറി പോകുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. കാരണം ഞങ്ങൾ കുറേ നേരം അതൊക്കെ നോക്കി. ഇവിടെ കുറേ നല്ല സെക്യൂരിറ്റിയാണ്. പിന്നെ ഞങ്ങൾക്ക് തോന്നിയത് ഇവിടുത്തെ ഒരു ആർക്കിടെക്ചർ ഭയങ്കര ഒരു അടിപൊളിയായിട്ടാണ് തോന്നിയത്. കാരണം ഓരോ വീടാണെങ്കിലും അല്ലാത്ത ബിൽഡിംഗ് ആണെങ്കിലും ഭയങ്കര രസമാണ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാനായിട്ട്. ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. നല്ല ഭംഗിയുണ്ട്. ഈവൻ ക്രക്കോവിലും ഇവിടെയാണെങ്കിൽ പോലും നല്ല ഇതാണ്. പിന്നെ അത്യാവശ്യം സേഫ് ആയിട്ടുള്ളൊരു കൺട്രി ആണെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ആൾക്കാരൊക്കെ കൂടുതലും അവിടുത്തെ തന്നെ ഒരുപാട് പുറമേ നിന്നുള്ള ആൾക്കാർ വളരെ കുറവ്. ഇനി വേറെ വാസം പോലത്തെ സ്ഥലങ്ങളിലൊക്കെ കാണുമായിരിക്കും. പക്ഷെ ഇവിടെ ഞങ്ങൾ നമ്മുടെ ഒരു പുറം നാട്ടുകാരെ അധികം കണ്ടില്ല. ഇവിടുത്തെ കൂടുതൽ ആൾക്കാരും നമ്മൾ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവിടുത്തെ ഭാഷ പോളിഷ് മാത്രമേ അറിയത്തുള്ളൂ. അവർക്ക് ഇംഗ്ലീഷ് പോലും കറക്റ്റായിട്ട് അറിയില്ലാത്ത ആൾക്കാരൊക്കെ ആയിരുന്നു ഒരുപാട് പേര്. ഇപ്പോൾ കൂടുതലും ഇവിടുത്തെ ഈ ഒരു രാജ്യത്തിൻ്റെതായ എല്ലാ ഒരു കൾച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്നതിൽ തോന്നി. പക്ഷെ ഞങ്ങളുടെ മാൾട്ടയിൽ കുറച്ചും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ ഒരുപാട് ആൾക്കാരെ കാണാം. ഒരുപാട് രാജ്യക്കാരെയൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റും. കുറച്ചുകൂടി മൾട്ടി കൾച്ചറൽ കൺട്രി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തോന്നും. പക്ഷെ ഇവിടെ അത്രയും തോന്നിയില്ല. ചിലപ്പം ഓരോ ഏരിയയുടെ ആയിരിക്കും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ. ഞങ്ങളങ്ങനെ കണ്ട് ഞങ്ങളുടെ റൂമിലേക്ക് അങ്ങനെ പോയി. ഇന്നും നാളെയും നമ്മളിവിടെ സാക്കോപ്പാനിലേക്ക് സ്റ്റേ ചെയ്യും. നാളെ കഴിഞ്ഞ് രാവിലെ ക്രക്കോവിലേക്ക് വീണ്ടും തിരിച്ചു പോയിട്ട് ഞങ്ങൾക്ക് വൈകിട്ടാണ് ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഒരു പ്രകൃതി ഭംഗി ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു കാണാൻ. മറ്റേ സിറ്റി ലൈഫിൽ നിന്നും പെട്ടെന്ന് മാറിയൊരു ഇവിടെ നേച്ചറിലേക്ക് വന്ന ഒരു ലുക്ക് ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ.
അതിങ്ങനെ ഇടയ്ക്ക് അപ്പം നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെത്തി. ഇനി ഞങ്ങൾക്ക് ഇപ്പം ഏകദേശം ഇവിടെ ഒന്ന് വൈകുന്നേരം ആയിട്ടുണ്ട്, ഒരു 5 മണിയൊക്കെ ആയി. ഇനി ഞങ്ങൾ ഇവിടെ നിന്നൊന്ന് ഫ്രഷായി. പക്ഷേ ഇവിടുത്തെ സ്ഥലം തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നൊക്കെ നോക്കിയാൽ നല്ല വ്യൂ ആണ്. അതുപോലെ മലകളും, ഇവിടുത്തെ മെയിൻ സക്കപ്പാനിൻ്റെ ഒരു മലയൊക്കെ ഉണ്ട്, നമ്മുടെ കൈലാസമൊക്കെ പോലെ തോന്നിക്കില്ലേ, അതുപോലത്തെ മലയൊക്കെ കാണാം. അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് വ്യൂ ഉണ്ട് കാണാൻ. അപ്പം ഞങ്ങൾ ഇനി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. ഇന്നത്തെ ഫുഡ് കഴിപ്പോടുകൂടി ഞങ്ങൾ ഇന്നത്തെ ദിവസത്തെ കറക്കം അവസാനിപ്പിക്കുന്നതാണ്. പിന്നെ നാളെ ഞങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കണം, അടുത്ത സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ റൂമിൽ കയറിയപ്പം നല്ലൊരു ചെറിയ റൂമാണെങ്കിൽ നല്ല ഒരു എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. നല്ല ചൂടും, ഇതിൻ്റെ അത് കയറിയപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസം. പിന്നെ പുറത്തിറങ്ങാനേ തോന്നില്ലായിരുന്നേ. അതുപോലെ നല്ല ഹീറ്റിംഗ് ഉണ്ടായിരുന്നു റൂമിൻ്റെ ഉള്ളിൽ. പിന്നെ ഒരു നൈസ് ബാൽക്കണി ഉണ്ടായിരുന്നു. അവിടെ നിൽക്കാൻ തന്നെ നല്ല രസമുണ്ട്, നല്ല വ്യൂ ആണ് ഇവിടെ.
മലയും പിന്നെ ഒരുപാട് പേര് ഇവിടുന്ന് മേളിലോട്ടുള്ള റോഡിലേക്ക് പോകുന്നുണ്ടായിരുന്നു ഹൈക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഞങ്ങൾ പക്ഷേ ഹൈക്കിങ്ങിനും അങ്ങനെയൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഞങ്ങൾക്കിപ്പം ചെറിയ രീതിയിൽ സിക്കായി. ഇപ്പോൾ ഉടനെ ഞങ്ങൾക്ക് തിരിച്ചൊക്കെ പോകണമല്ലോ. അപ്പോൾ അത് ഞങ്ങൾ ഹൈക്കിങ്ങിനൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് കാണുക അത്ര ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് പ്രയാസമാണ് അങ്ങ് കയറിപ്പോവാൻ. പിന്നെ അങ്ങോട്ടേക്ക് ബസ്സോ ഒന്നുമില്ല. ഈവൻ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ ബോൾട്ട് പോലും ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നെത്തിയ രക്ഷയുള്ളൂ. പിന്നെ അവിടെയാണ് ഫുള്ളും മഞ്ഞാണ്. ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങളത് ഉപേക്ഷിച്ചു. ഞങ്ങൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ വീടിനടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഡിന്നറിന് വന്നേക്കുവാണ്. ഇവിടെ ഞങ്ങൾ ട്രൈ ചെയ്തത് പോളിഷ് സൂപ്പാണ് ഫസ്റ്റ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ അത്ര സൂപ്പിൻ്റെ ഫാൻ അല്ലെങ്കിലും ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് സോസേജും പുഴുങ്ങിയ മുട്ടയും പിന്നെ കുറേ വെജിറ്റബിൾസ്, പൊട്ടാറ്റോ, പിന്നെ ഇവരുടേതായ കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ചിക്കനും പോർക്കും ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. നല്ല ഫില്ലിംഗ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങൾ ഇതുപോലെ ഫുഡെല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നൂഡിൽസും പിന്നെ സൂപ്പിൻ്റെ പാക്കും ഒക്കെ ഞങ്ങൾ മേടിച്ചു. ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി. നല്ല തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ ഏകദേശം എനിക്കും ഞങ്ങൾക്ക് 2 പേർക്കും ചെറിയ തൊണ്ട പ്രശ്നവും ചുമയും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിവേ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ഡിന്നർ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു അടിപൊളിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് സൂപ്പ്. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഹലോ, വെൽക്കം ടു ദി ഡേ 3. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു. ഇവിടുത്തെ മഞ്ഞൊക്കെ കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നേ. കാണിക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഇനി പതുക്കെ സക്കപ്പാനിക്ക് വീണ്ടും പോവുകയാണ്. അതിപ്പോൾ ഞങ്ങൾ സക്കപ്പാനിയുടെ കുറച്ച് എൻഡിലാണ്. കുറച്ച് ടൗണിലോട്ട് പോയിട്ട് ഞങ്ങൾ അവിടുത്തെ ഇനി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങൾ രാവിലെ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ ന്യൂഡിൽസും സൂപ്പും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഉണ്ടാക്കി, റൂമിൽ ഉണ്ടാക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളതെല്ലാം ഉണ്ടാക്കി ഇനി കഴിച്ചു. ഞങ്ങൾ പതുക്കെ യാത്ര തുടങ്ങുക. ഞങ്ങൾ കുറച്ചെല്ലാം സ്ലോ ആയിട്ടാണ് വെച്ചാൽ ഒത്തിരി ഇല്ല, ഹറിബറി പിടിച്ച് രാവിലെ പോകുന്നില്ല. കാരണം ഓൾറെഡി കുറച്ച് വയ്യ, തൊണ്ടവേദന, ജലദോഷം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുക. മേലുവേദന, എന്താ കുറേ നടന്നു. ഞങ്ങൾ അവിടുന്ന് ഒത്തിരി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണം കുറച്ച് വയ്യാതെ ഇരിക്കുകയാണ്. മഞ്ഞൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇതൊന്നും പോയിട്ടില്ല. വെയിലൊന്നോർത്തൊക്കെ ഒരുക്കി. ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു സ്നോ കാണുന്നത്. ഒരുപാടില്ല എങ്കിലും രസമുണ്ട്, ഇഷ്ടമായി. ഇവിടുത്തെ ആർക്കിടെക്ചർ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് വീണ്ടും ഇങ്ങനെ തോന്നി. നല്ല രസമാണ് ഓരോ ബിൽഡിങ്ങുകളും കാണാൻ. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു അട്രാക്റ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണും. നല്ല രസം. ഞങ്ങൾ കുറേ ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു പാർക്ക് ഉണ്ട്. ഞങ്ങൾ 2-3 സ്ഥലത്ത് പ്ലാൻ ചെയ്തിരുന്നു പോകാൻ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങ് സിക്കായി, ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പോകാനായിട്ട്. പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആയിരിക്കും. അപ്പം ഞങ്ങൾ കുറച്ച് 2-3 സ്പോട്ടുകൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് പാർക്കിൽ, ഇവിടെ ചെറിയ പാർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പാർക്കിലൊക്കെ പോയി ഉച്ചയായതോടെ ഞങ്ങൾ തിരിച്ച് വീണ്ടും റൂമിലേക്ക് പോന്നു. പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തു. പിന്നെ സിക്കായ പിന്നെ തിരിച്ചു പോക്ക് പാടായിരിക്കും. ഞങ്ങൾ ഓൾറെഡി മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ വൈകിട്ട് ആയപ്പോഴത്തേക്കും ഓൺലൈനായിട്ട് ഞങ്ങൾ മെഡിസിൻ ഓർഡർ ചെയ്തു. കഴിച്ചിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ടാണൊന്ന് കുറഞ്ഞ്. ഹലോ, ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ഇൻ സക്കോപ്പാനെ ഇൻ പോളണ്ട്. അപ്പം ഞങ്ങൾ 4th ഡേ ആണ്. രാവിലെ ആയപ്പോഴത്തേക്ക് ഏകദേശമൊക്കെ നോക്കിയായി. ഇന്നലെ തീരെ അങ്ങ് വയ്യാതായിരുന്നു. പക്ഷെ രാവിലെ ആയപ്പോഴത്തേക്കും ഒന്നും കൂടി ഉഷാറായി. ഇനി ഞങ്ങൾ തിരിച്ച് ക്രക്കോവിന് പോവാണ്. അവിടെ നമ്മളിനി കാണാനായിട്ട് ഒരു രാജകൊട്ടാരം ഉണ്ടായിരുന്നു, അത് കണ്ടില്ല. പിന്നെ 2-3 സ്ഥലം കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ടൈമുണ്ട്, അതുകൊണ്ടാണ് അന്ന് കാണാതിരുന്നത്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ബസ് കയറിയാൽ
ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ എത്തും, ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ എത്തും. പിന്നെ നമുക്ക് 6 മണി വരെ ടൈമുണ്ട്. 5:30 ആകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈമുണ്ടല്ലോ. അപ്പോൾ ബാക്കിയും കൂടെ സ്ഥലങ്ങളും കൂടെ ഒന്നും കൂടെ ഒന്ന് കണ്ട് ഒന്നും കൂടെ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങും കൂടി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിവിടുന്ന് പയ്യെ എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ പോളിഷ് രാജകൊട്ടാരം, വോവൽ കാസ്റ്റൽ എന്നാണ് പേര് പറയുന്നത്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ നിന്നില്ല, കാരണം നല്ല തിരക്കായിരുന്നു, നമുക്ക് ഒരുപാട് ടൈമും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇതിലൂടെ ഫുള്ള് കറങ്ങി. നല്ല രസമാണ് ഇതിൻ്റെ ഓരോ കെട്ടിടങ്ങളും ഒക്കെ കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. പിന്നെ ഇവർ ആ പഴയ രീതികളും പഴയ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേളിലുള്ള വ്യൂ ഭയങ്കര രസമാണ്. ഏകദേശം ക്രക്കോവിൻ്റെ ഒരു നല്ലൊരു ശതമാനം വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ ഒരു മെയിൻ നദിയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു, കുറച്ച് ഫോട്ടോസും കൂടി എടുത്തു. പിന്നെ കുറച്ച് ഷോപ്പിങ്, ചെറിയ രീതിക്ക് ഒരു ജസ്റ്റ് മെമ്മറീസിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത്. അപ്പോൾ ഏകദേശം ടൈമായിരുന്നു, നമ്മൾ എയർപോർട്ടിലേക്ക് തിരിച്ചു. ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. ഹലോ, ഞങ്ങളിവിടെ പോളണ്ടിൽ നിന്ന് ഇന്ന് പോവുകയാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് എപ്പോഴും 8:15 ഫ്ലൈറ്റ്. ഓക്കെ, ബൈ ബൈ. ഞങ്ങൾ പുതിയൊരു സ്ഥലത്ത് പോയി പുതിയൊരു വ്ലോഗ് ചെയ്യാം. ഓക്കെ, ബൈ.